winding up. Radio Mango 91.9 919 സ്പോട്ട്ലൈറ്റിൽ ഞാൻ മഞ്ജു ഗൾഫുകാരിയായ നസ്രയെടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഫസ്റ്റ് വൺ, ഗൾഫിലുണ്ട് കേരളത്തിലില്ല. വാട്ട്? നല്ല ഫുഡ്. കേരളത്തിലില്ല, ഫോറിൻ ഡിഷസ് ഗൾഫിലുണ്ട് കേരളത്തിലില്ല. ഗൾഫിലത്തെ ഷവർമ, ഇവിടുത്തെ ഷവർമ നമ്മുടെ ഗൾഫിലത്തെ ഷവർമ ഇവിടുത്തെ ഷവർമ ഗൾഫിലെ ഷവർമ എന്നാണ് പറയുന്നത്. എന്താണ്? അമ്മേന്റെ മരുന്ന് തീർന്ന് ഈ പുറത്തേക്ക് പോവാണെങ്കിൽ അതൊന്ന് വാങ്ങിത്താ. പൈസ ഉണ്ടോ? ഇതിന്റെ അടിയിൽ പൈസയും ഷീറ്റും ഉണ്ട്. ഉച്ചയാകുമ്പോ വരുമോ നോക്കട്ടെ. വയ്യ മോനെ. ആ മോനോട്ടോ എന്താടാ? നിങ്ങളെന്താ വീട്ടിലെ വരാൻ നിൽക്കേ? അതിന് ഞാനും എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഷോർട്ട് ഫിലിം ഷോർട്ട് ഫിലിമോ? കൊള്ളാലോ. അല്ല ആരാ എന്റെ സംവിധാനം? ഞാൻ തന്നെയാ. ഇയ്യോ? അല്ല അനക്ക് സംവിധാനമൊക്കെ അറിയോ? പിന്നെ സംവിധാനം സിമ്പിൾ അല്ലേ സൺലേട്ടാ? പക്ഷേ തലയിൽ കിഡ്നി വേണമെന്ന് മാത്രം. നിങ്ങളെ 2 ദിവസത്തെ ഒരു കാൽ ഷീറ്റ് എനിക്ക് വേണം. എന്ത് ഷീറ്റ്? കാൽ ഷീറ്റ്. ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിലെ മെയിൻ കഥാപാത്രം സൺലേട്ട കൊണ്ട് ചെയ്യിക്കണമെന്നാണ് ഞങ്ങളൊരു പ്ലാന്. അഭിനയിക്കാനോ? ഞാനോ? പേടിക്കാതൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആരും ഞാനേറ്റ്. ഇനിയും ഉണ്ടല്ലോ, അതൊന്നും ശരിയാവില്ല. സൺലേട്ടിന് കുറച്ച് ഗുണമുള്ള കാര്യമാണെങ്കിലോ? സാമ്പത്തിക? ആ അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. അല്ല ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ കഥാപാത്രം എന്താ? സ്കൂളില് ചെറിയൊരു ഡിസ്കഷൻ ഉണ്ട് ഉച്ചക്ക്. അത് കഴിഞ്ഞിട്ട് കഥാപാത്രം ഒക്കെ പറഞ്ഞെങ്കിൽ ബോധിപ്പിച്ചരാ. എന്നാലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കും. വൈകുന്നേരം കാണാം. അതാ ശരി, വിളിക്കണേ. ഓക്കെ. ഹലോ, ആടാ ഞാൻ ടൗണിലാണ്. രാവിലെ തന്നെ പോന്ന്. ആ നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ. അതെ, രാവിലെ ഒന്നും നടന്നില്ലടാ. ബസ് മുന്നിലൊക്കെ ഫുള്ളാണടാ. ആ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ നടക്കുകയായിരിക്കും. ആ ഓക്കേടാ. ആ ഓക്കേടാ. എന്നാണ്ടാ നോക്കണേ? ഹലോ നിർത്തും.
സുഹൃത്തുക്കളെ, ഇത് അറബി പാൽക്കായമാണ്. ഞങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്നും മാന്തി കുഴിച്ചെടുക്കുന്ന ഈ അറബി പാൽക്കായം ഒരു ടിന്ന് നിങ്ങൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ടിക്കറ്റ് ടിക്കറ്റ് എവിടേക്കാ? രണ്ടാളാ? ആ ആ നിങ്ങളെങ്ങോട്ടാ? അവിടെ ചില്ലറല്ലേ? എന്താണ് എങ്ങോട്ടാ? അത് ബാക്കി വരും. അവിടെ എങ്ങോട്ടാ? പെണ്ണുങ്ങൾ വരുന്നത്. 2 രൂപ ചില്ലറ. വേണ്ട, കുട്ടീനെ പിടിച്ചാൽ നിങ്ങൾ ഇവിടെ ഇരുന്നോ? വേണ്ട, ഞാൻ ഇപ്പൊ വരാവേ. ആ വേഗം വരണം നിങ്ങൾ. മോനെ കരയല്ല മൊബൈൽ കരയല്ല. ഇവരിപ്പോൾ വരുമോ? അയ്യോ പെണ്ണുങ്ങളോട് പോയി ബസ് ഇപ്പോൾ പോയില്ലോ. കരയില്ല മോനെ കരയില്ല. ഹലോ, ഒന്ന് കടന്ന് നിൽക്കട്ടെ. ഇങ്ങക്ക് തന്നെ നിൽക്കിവിടെ. ആ എങ്ങോട്ടാ? കണ്ടിട്ട് വണ്ടി എടുത്ത ഒരാൾ കയറാണ്ട്. എന്താണ് ഈ കുട്ടീനെ അമ്മ കയറിയില്ലാന്ന്. ഈ സമയമില്ലാത്ത സമയത്ത് അവരോട് വേറെ വണ്ടിയിൽ വന്ന് കയറാൻ പറ. അതിന്റെ പെണ്ണുങ്ങളൊന്നുമല്ല, ഏതോ പെണ്ണുങ്ങളാ. ഏട്ടാ നിങ്ങൾ കണ്ടല്ലോ ഒരു പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് കുട്ടീനെ തരുന്നത്. ഞാൻ കണ്ടിട്ടില്ലാന്നോ? കണ്ടക്ടറെ, ഇപ്പോഴത്തെ കാലാന്ന് ആരും പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. കുട്ടി നിങ്ങളത് അല്ലെങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് വാ പുറത്തിറങ്ങിയിട്ട്. അതിനോലെ കാണണ്ടേ? അല്ലെ നിങ്ങൾ കൂടി വാ, അല്ലെ കുട്ടീന്റെ തലയിലാവും. വാ മൊബൈൽ നടക്ക്. ഞാൻ പെരിങ്ങള് സാർ, കുട്ടി നിങ്ങളടുത്ത് കൊടുത്തിട്ട് ഏതോ പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞല്ലോ സാറേ. എന്താണ് തന്റെ പേര്? സനല്. ആരാ തന്നെ ഈ കുട്ടി ഏൽപ്പിച്ചത്? ഏതോ പെണ്ണുങ്ങള്. എനിക്ക് അറിഞ്ഞോ സാർ? ഏതോ ഒരു സ്ത്രീയോ? ഏത് സ്ത്രീയാടാ? അറിഞ്ഞോളൂ സാർ, കുട്ടി എന്റെ അടുത്ത് ഏൽപ്പിച്ച് പോയതാ. തന്നെ അറിയാത്ത ഏതോ സ്ത്രീ തന്നെ കുട്ടി ഏൽപ്പിച്ച് അങ്ങോട്ട് പോവാ? ഇപ്പം വരാന്ന് പറഞ്ഞ മടിയിൽ വെച്ച് പോയതാ. കുട്ടി കരയുന്നു. അത് കണ്ടവരാരെങ്കിലും ഉണ്ടോ ബസ്സിൽ? സാറേ, ബസ്സിൽ ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ സാറേ. അപ്പൊ കുട്ടി തന്റെതല്ലെന്നാ താൻ പറഞ്ഞു വരുന്നല്ലേ? കളവ് പറഞ്ഞ് ഇടിച്ച് ഞാൻ പിടിക്കും. സാറേ, ആ പെണ്ണുങ്ങൾ എന്റെ അടുത്ത് കുട്ടീനെ തന്നെ. ആ പച്ച ചുരിദാറ്. അവരോ? പോയി വിളിച്ചോളൂ സാർ. ഇയാളെ കണ്ടിട്ടൊരു കള രസമുണ്ടല്ലോ സാർ. ഞാൻ അത്രക്കാരനല്ല, സത്യം. നിങ്ങളാണോ കുട്ടി ഏ കൊടുത്ത്? അല്ല സാർ. അല്ലാന്നോ? നിങ്ങളല്ലേ എന്റെ അടുത്ത് കുട്ടീനെ തന്നെ? സാറേ, ഇവര് കളവ് പറയാ. കുട്ടി അവരുടെ കൈ കൊടുക്ക്. അല്ലല്ലോ സാറേ, ഇവര് കുട്ടി ഞാൻ അത്രക്കാരനല്ല സാർ. ഞാൻ അത്രക്കാരനല്ല. ആളിറങ്ങാണ്ട്. കൊണ്ടൻ മനസ്സിൽ ഏഴുനീല പന്തലൊരുങ്ങി ചിരകടിച്ചതിനകത്തിൻ ചെറുമഞ്ഞ കിളിക്കുറുങ്ങി. ഏട്ടാ, അവിടെ പൈസ വെച്ചിണ്ടേ? മോനോട്ടാ. നിങ്ങൾ എന്ത് പോക്കാണ്? നമുക്ക് കഥ കേക്കണ്ടേ? ആദ്യം ഒരു മുട്ടായി പിടി. ഇതെന്താ മുട്ടായോ? പോലെ അങ്ങോട്ട് വരി. സൺലൈറ്റിന്റെ അതേ പ്രായത്തിലുള്ള കഥാപാത്രമാണ് ഇതിലെ മെയിൻ. അങ്ങനെ ഓനോട് ഓൻ്റെ അമ്മ ഗുളിക വാങ്ങാൻ പറഞ്ഞു. ഓൻ ഗുളിക വാങ്ങാനായിട്ട് ഓടി. പക്ഷെ ഓൻ്റെ കുറച്ച് കമ്പനിക്കാരൊക്കെ കണ്ടപ്പോൾ വെള്ളമൊക്കെ അടിച്ച് ഓൻ ആ ഗുളികേൻ്റെ കാര്യങ്ങൾ മറന്നുപോയി. വൈകുന്നേരം ആയപ്പോഴാണ് ഓൻ്റെ അമ്മയും ഗുളികയൊക്കെ ഓൻ ഓർമ്മ വന്നത്. ഓടിപ്പോയി മരുന്ന് വാങ്ങി വരുമ്പോഴത്തേക്കും ഓൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ടാവും. ബാക്കി കഥയൊക്കെ നല്ലേട്ടാ. വിക്കല്ല. ഏട്ടാ, ഈ മരുന്ന് നിർത്തോ? ഒന്ന് പെട്ടെന്ന് ഒന്ന് വേണോട്ടെ. എടുക്കട്ടെ. മൊബൈല്
മൊബൈലൊന്നും വേണ്ട, പിന്നെ തന്നാ മതി. ശരി. അമ്മേ, 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 മരുന്ന് കുടിക്കണ്ടേ? അമ്മയ്ക്ക് എല്ലാം ഞാൻ എടുത്തുതരാം കേട്ടോ.